വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കാലത്തിനൊപ്പം. ജോൺ ടെക്സ് വെഡ്ഡിംഗ് കളക്ഷൻസ്, കട്ടപ്പന. ഓണപരീക്ഷകളെല്ലാം അവസാനിച്ചതോടെ ഓണാവധിക്കും ആരംഭം കുറിച്ചു. ഇതോടെ ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലാണ്. തേക്കടിയിലും ഓണക്കാലത്ത് നിരവധിയായ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ടൂറിസവും വ്യാപാര മേഖലയും എല്ലാം നടത്തുന്നത്. പക്ഷേ ഇടപെട്ട് പെയ്യുന്ന മഴ തന്നെയാണ് ഇത്തവണയും വില്ലനായി തുടരുന്നത്. വയനാട് ദുരന്തം കാരണം കഴിഞ്ഞ വർഷം ഓണത്തിന് ആഘോഷങ്ങളിലായിരുന്നു. എന്നാൽ ഇത്തവണ ഇടവിട്ട് പെയ്യുന്ന മഴയാണ് മലയാളികളെ ആശങ്കയിലാക്കുന്നത്. എങ്കിലും ഓണത്തിന് അതിവിപുലമായ ഒരുക്കങ്ങളാണ് തേക്കടിയിലും കുമളിയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനായി വിവിധ ഓഫറുകളും നൽകി തുടങ്ങി. ഇതോടൊപ്പം കുമളിയിലെയും തേക്കടിയിലെയും വ്യാപാര മേഖലയും വലിയ പ്രതീക്ഷയിലാണ്. അടുത്തയാഴ്ച വിദേശികളും സ്വദേശികളുമായി നിരവധി പേർ തേക്കടിയിലേക്ക് എത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. എന്നാൽ ഇടവിട്ട് പെയ്യുന്ന മഴയാണ് ഇവരെയും ആശങ്കയിലാക്കുന്നത്. ഇത്തവണത്തെ ഓണത്തെ വരവേൽക്കുവാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾക്കൊപ്പം വ്യാപാര മേഖലയിൽ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഓണാഘോഷ പരിപാടികളും മാറ്റിവെക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ മലയാളികളുടെ ആഘോഷമായ ഓണത്തെ വരവേൽക്കുവാൻ എല്ലാവരും സജീവമാണ്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പ്രതികൂലമായ കാലാവസ്ഥ ഓണത്തിന്റെ നിറം മങ്ങും എന്നൊരു സംശയം വ്യാപാര മേഖലയ്ക്കുണ്ട്. എന്നിരുന്നാൽ തന്നെ ടൂറിസം മേഖലയും വ്യാപാര മേഖലയും വളരെ സജീവമാകുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്നത്. എങ്കിലും സഞ്ചാരികളെത്തുമെന്ന പ്രതീക്ഷയിൽ തേക്കടിയിൽ വനംവകുപ്പിന്റെ സഹകരണത്തോടെ പ്രത്യേക ഓണപരിപാടികൾ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സംഘടിപ്പിക്കും. ഓണസദ്യയ്ക്ക് പുറമെ വിവിധ ഓണപരിപാടികളും ഇടംപിടിക്കും. സഞ്ചാരികൾ തേക്കടിയിലേക്ക് വലിയ തോതിലെത്തിയാൽ അത് തേക്കടിക്ക് ചുറ്റുമുള്ള ടൂറിസം ഡെസ്റ്റിനേഷനുകൾക്കും ഗുണകരമാകും. ജെറിൻ പടിഞ്ഞാറക്കര, ഇടുക്കി വിഷൻ, കുമളി.